നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ മേക്കപ്പ് ലുക്കിൽ ആദ്യത്തെ ലുക്കാട്ടോ നമ്മളിന്ന് രണ്ട് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും കുർത്തി ലുക്കുകളാണ്. ഒരെണ്ണം നമുക്ക് ഫുള്ള് ട്രഡീഷണൽ ആയിട്ടുള്ള കുർത്തി ലുക്കും, ഒരെണ്ണം നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള കുർത്തി ലുക്കാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം മേക്കപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ മിനിമലായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്കിനി 2-3 വീഡിയോ വരുന്നുണ്ട്. ഒരു ഫാമിലി ലുക്കും പിന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വേറൊരു ലുക്കും കൂടി. അങ്ങനെ എല്ലാം ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ ആദ്യം. അപ്പോൾ ഞാൻ അവിടെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഡെർമ വൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം. ന്യൂട്രിഡെമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് മോയ്സ്ചർ ലോക്ക് ചെയ്യാം. അതിന് ശേഷം സൺസ്ക്രീൻ, എൻ്റെ ഫേവറേറ്റ് ലാഷിയുടെ SPF 50 ആണ് കേട്ടോ. അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇലാന സ്ട്രോബ് ക്രീം ആട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു ഗ്ലോ ഫേസിൽ വരുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ല. ഒരു മിനിമലായിട്ട് നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മേക്കപ്പിന്റെ ബേസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മളൊരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് എന്നൊക്കെ പറയാം. ഫൗണ്ടേഷൻ കൺസീലർ ഒരു 3-in-1 സ്റ്റിക്ക് ആട്ടോ. ഇത് പാക്കിന്റെ ആണ്. ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിന്റെ കോലം അതുകൊണ്ട് അതുപോലെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കിതൊരു ഫൗണ്ടേഷൻ ആയിട്ടും കൺസീലർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഉപയോഗിച്ചൊരു പരിവായിട്ടുണ്ട്. നല്ലതാട്ടോ. ഞാൻ എപ്പോഴും ഫസ്റ്റ് കയ്യിലേക്ക് തപ്പി തിരയുമ്പോൾ വരുന്നത് ഇതാട്ടോ. കാരണം ചില അതിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. നല്ലൊരു ലുക്കാണ്, സ്മൂത്ത് ഫിനിഷാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ സ്പഞ്ച് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എല്ലാവരും സ്പ്രെഡ് ചെയ്യിക്കാം. അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. വേറെ നമ്മൾ ഇതിൽ വലിയൊരു സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ മിനിമലായിട്ട്. അപ്പം ഇതിന്റെ ലിങ്ക് ഒക്കെ താഴെ വെക്കാം. ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ നമ്മുടെ സ്ട്രോബ് ക്രീം, പിന്നെ നമ്മൾ അവസാനം ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. അപ്പം ഞാനേ കണ്ണിന്റെ അവിടെ നമ്മൾ ഐഷാഡോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മിസ് ക്ലെയറിന്റെ ഇതൊരു ഷിമറി ഷെയ്ഡാട്ടോ. പക്ഷെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു യെല്ലോ കൈൻഡ് ഓഫ് കളർ അല്ല. അപ്പം അതുകൊണ്ടൊരു ലൈറ്റ് ഗോൾഡ് യെല്ലോ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഐഷാഡോ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. വേറെ വലിയ കളറുകൾ കോമ്പിനേഷൻ അങ്ങനെ 2-3 കളർ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണിന്റെ മുകളിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് കളർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. പരമാവധി പ്രൊഡക്റ്റുകൾ കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. കുറച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് 2-3 ലുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 കുർത്തി ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്കൊക്കെ താഴെ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ 2 കണ്ണിലും നമ്മൾ ഐഷാഡോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയാം. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ തിരുത്തുണ്ടെങ്കിൽ അതും പറയൂ കേട്ടോ. നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഫേസസ് കാനഡയുടെ ഐലൈനർ വെച്ചിട്ട് നമ്മുടെ ഐലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിങ്ങനെ ഞാൻ ഈ ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് കുറച്ചൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ, കട്ടിക്ക് തന്നെ. കാരണം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ലുക്ക് ഉണ്ട് കേട്ടോ നമുക്കിന്ന്. ഒരെണ്ണം സാധാ കുർത്തി ലുക്കും, ഒരെണ്ണം കുറച്ച് ട്രഡീഷണലും. അപ്പോൾ പിന്നെ നമ്മൾ അടിയിൽ കണ്ണെഴുതി കൊടുക്കുക. കുറേ നാൾക്ക് ശേഷം ഞാൻ കണ്ണടിയിൽ എഴുതാണ് കേട്ടോ. കുറേ പേര് എന്നോട് പറയുണ്ടായി എന്താ കണ്ണിന്റെ ഉള്ളിൽ എഴുതാത്തേന്ന്. ഇത് വന്നിട്ട് നമ്മുടെ ഫേസ് സ്കാനറുടെ തന്നെ 160 റുപ്പീസ് അങ്ങോട്ട് ഉള്ളൂ കേട്ടോ. 130 ആണോ 160 ആണോ ഓർമ്മയില്ല. നല്ലൊരു കാജലാട്ടോ അത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലാഷസ് ഒന്ന് നമ്മൾ മസ്കാര ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഐബ്രോ കിറ്റ്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാട്ടോ. നല്ലൊരു രസമായിട്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ എല്ലാ മേക്കപ്പിലും കാണിക്കുന്നത്. നല്ല ഇഷ്ടമായത് കൊണ്ടും പിന്നെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മൾ ഒരു ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാണ്. അത് നല്ലതാട്ടോ ലിപ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇന്നത്തെ ലാക്മി 925ന്റെ ആണ്. ഇത് നല്ലൊരു മൂസ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതായത് നമ്മുടെ ലിപ്സിൽ ക്രീമി ആയിട്ടും അതേപോലെ നല്ലൊരു ഡ്രൈ ആക്കാതെ എന്നാൽ നല്ലൊരു ന്യൂഡ് കളറായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാട്ടോ. അപ്പം അത് വെച്ചിട്ടൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിന്റെ ആ ഒരു ബേസ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ലുക്ക്. അപ്പോൾ കണ്ണെഴുതിയത് കൊണ്ട് ഭയങ്കര ആർഭാടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എഴുതാത്തതുകൊണ്ട്. നെക്സ്റ്റ് നമ്മൾ കോമ്പാക്ട് ഉപയോഗിച്ചിട്ട് എല്ലാവിടെയും ഒന്ന്. അപ്പോൾ ഇത് ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് ആണ്. 150യുടെ ഉള്ളിലൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കോമ്പാക്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് മുകളിലായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അതൊരു 5 മണി സമയത്താണെങ്കിൽ ഈവനിങ്ങിൽ ചൂടാട്ടോ. ഇതാണ് നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് അടുത്തത്. ഇത് ബെല്ലവോസ്റ്റയുടെ ഒരു ഹൈലൈറ്റർ ആണ്. ഇതിൽ വന്നിട്ട് 160 160 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ ഇത് സൂപ്പർബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് വെറുതെ മോയ്സ്ചറൈസറിന്റെ കൂടെ ഇത് ചെയ്യാൻ പറ്റുന്നതും മേക്കപ്പിന് കൂടെ ചെയ്യാൻ പറ്റും. നല്ല സൂപ്പർ ഗ്ലോ ആണ്. ഫേസ് നല്ല നാച്ചുറൽ ഗ്ലോ ആയിട്ട് തോന്നും. ഇതാണ് നമ്മുടെ ഫുൾ മേക്കപ്പ്.
ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ലൊരു ഗ്ലോ ഉണ്ട്. നെക്സ്റ്റ് ഞാനൊരു സെന്റർ പോർഷൻ എടുത്തിട്ടാണ് ചെയ്യണത്. ഒരു നാടൻ ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ, വേറൊന്നുമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് കുറച്ച് ക്ലിപ്പുകൾ വെച്ചിട്ട് ഒന്നാണ് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യണില്ല. ഞാൻ അങ്ങനെ മുടിയുമ്പോൾ അങ്ങനെ അധികം ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ മുടി ഇങ്ങനെ കേളിങ് അതുപോലെ അങ്ങനത്തെ ചൂട് കയറ്റണ പരിപാടികളൊന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് അങ്ങനെ താല്പര്യമില്ല. പിന്നെ മുടിക്ക് അത് അത്ര നല്ലതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. ഇവിടെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്, കേള് റൂം ഇതൊക്കെ, പക്ഷെ ഞാൻ അങ്ങനെ അത് ചെയ്യാറില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിതൊരു കമ്മൽ ആമസോണിൽ മേടിച്ചതാണ്. 2-3 സൈസ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കൊക്കെ ഞാനൊരു സെപ്പറേറ്റ് ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പൊ വെക്കാം കേട്ടോ. ജസ്റ്റ് നമ്മളൊരു പൊട്ടുപിടി വെച്ചെടുത്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊക്കെ മേടിച്ചാട്ടോ ഈ ഒരു വള. അപ്പൊ അതിട്ട് കൊടുത്തൊരു മുത്തിന്റെ മുത്ത് പിടിപ്പിച്ചിട്ടുള്ള വളയാട്ടോ. അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് നെക്സ്റ്റ് പ്രാവശ്യം ശരിയാക്കാം, അടുത്ത പ്രാവശ്യം ശരിയാക്കാം കേട്ടോ. അപ്പൊ 2-3 ലുക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.